8 കൊല്ലം സ്നേഹിച്ചപ്പോൾ നിനക്കൊന്നും അറിയത്തില്ലായിരുന്നോ? അന്നേരം നിന്നെ സ്നേഹിക്കണമെന്ന് തോന്നി, ഇപ്പോൾ ഒഴിവാക്കണമെന്ന് തോന്നി. എൻ്റെ ജീവിതമല്ലേ, ഞാനല്ലേ തീരുമാനിക്കണ്ടേ? എടാ, എൻ്റെ വീട്ടിലും പറഞ്ഞു വെച്ച് നാട്ടുകാർക്കെല്ലാം അറിയാം. എന്നിട്ട് ഒരുമാതിരി ചെറ്റത്തരം കാണിക്കില്ല. എടി, ഇതെന്താ നാട്ടിൽ നടക്കാത്ത കാര്യമാണോ? രണ്ടുപേരും തമ്മിൽ ബ്രേക്കപ്പ് ആവുന്നത്? എനിക്ക് നിന്നെ ഇനി ചുമക്കാൻ വയ്യ. കാരണം പറയടാ, ജനുവനായിട്ടുള്ള ഒരു കാരണമെങ്കിലും നീ പറ. ഒരു 100 കാരണം ഞാൻ പറയാം. 10 പൈസയുടെ സമ്പാദ്യം ഉണ്ട് നിന്റെ അച്ഛന്. ചുമ്മാതെ പൈസയും ഒന്നും ഇല്ലാതെ എനിക്ക് നിന്നെ ചുമക്കാൻ പറ്റത്തില്ല. എടാ, ഈ 8 കൊല്ലം ഞാൻ നിന്നെ സ്നേഹിച്ചത് ഈ പറയുന്ന പൈസ ഒന്നും നോക്കിയിട്ടല്ല. പക്ഷെ നീ പറഞ്ഞോണ്ടല്ലോ, ഇനി ഞാൻ നിന്റെ മുന്നോട്ട് വരില്ല. അത് മതി. പിന്നെ ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞ ആവശ്യമില്ലാത്ത പരിപാടിയൊന്നും കാണിക്കാൻ നിൽക്കരുത്. നീ ഇട്ടേച്ച് പോയെന്നും പറഞ്ഞ് ഞാൻ ചാവാനൊന്നും നിൽക്കത്തൊന്നുമില്ല. നിന്റെ മുന്നേ ഞാൻ ജീവിച്ചു കാണിക്കും ഈ നാട്ടില്. നീ എന്തിനാണ് ആ കൊച്ചിനെ ചതിച്ചേ? ചില കാര്യങ്ങളൊക്കെ പകുതിക്ക് വെച്ച് നിർത്തുന്നതാടി നല്ലത്. ഓരോ തെണ്ടിത്തരവും കാണിച്ചു വെച്ചിട്ട് ഇത്രയും വലിയ ഡയലോഗ് അടിക്കുന്നേ അത്ര വലിയ ആണത്തൊന്നും അല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം എൻ്റെ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു. പോസിറ്റീവാ. ബയോപ്സി പോസിറ്റീവോ? കുറച്ച് നാളായിട്ട് കുറച്ച് സിംറ്റംസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അന്നേരം ഒരു ഡൗട്ട് അടിച്ചാടി, ഇനിയിപ്പോൾ ഞാൻ എന്തിനാടി അവളുടെയും കൂടെ ഭാവി കളയുന്നത്? എനിക്കൊരു രോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ അവൾ എന്നെ വിട്ടേച്ച് പോകത്തില്ല. പക്ഷേ ഇത്രയൊക്കെ തെണ്ടിത്തന്നെ ഞാൻ കാണിച്ചോണ്ടേ എന്നോടൊരു വൈരാഗ്യം ഉണ്ടാവും. ഇപ്പോൾ ഒരു വാശി ഉണ്ടാവും, ജീവിതത്തിൽ വിജയിക്കണമെന്നും മുന്നോട്ട് പോകണമെന്നൊക്കെ. അവളങ്ങനെ പോട്ടടി. നീ അവളെ സ്നേഹിച്ചല്ലേ, എന്നിട്ട് ഉപേക്ഷിക്കണോ? അവളെ ഞാൻ സ്നേഹിക്കുന്നുണ്ടടി ഉപേക്ഷിക്കുന്നേ. അവൾ എവിടെയെങ്കിലും പോയി ആരുടെയെങ്കിലും കൂടെ നല്ല രീതിയിൽ ജീവിക്കട്ടെ, അത് ഞാൻ കണ്ടോളാം. ഇപ്പം അടുത്ത് നിന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ ദൂരെ നിന്ന് നമ്മൾ ഈ സംസാരിച്ചൊന്നും ഒരിക്കലും ആരും അറിയരുത്.